ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് ചെറിയൊരു യാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്ന് കാണാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ പുറകിൽ നിന്ന് ഒരാൾ വേറെ എക്കോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതൊക്കെ ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഇന്ന് കുറേ സ്ഥലത്ത് പോകേണ്ടതുകൊണ്ട് എളുപ്പത്തിന് കപ്പയും ചെറിയൊരു ചമ്മന്തി ആട്ടോ ആക്കിയത്. അതിനുശേഷം അമ്മ ചെറിയൊരു പ്രിപ്പറേഷനിലാണ്, കലത്തപ്പം ഉണ്ടാക്കുന്ന പരിപാടിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ചെറുതായിട്ടൊന്ന് കാണിക്കാമല്ലോ അമ്മ ഒന്നും കൂടി ഒഴിക്കണേന്ന് പറഞ്ഞിട്ട് കാണിച്ചാട്ടോ ഈ വീഡിയോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. കലത്തപ്പത്തിൻ്റെ കൂട്ടൊക്കെ ഒഴിച്ചു, അതിൻ്റെ അകത്ത് അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും ഒക്കെ ആക്കിയിട്ട് സംഭവം റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഫസ്റ്റ് ആമിയസിനെ കുളിപ്പിച്ച് റെഡിയാക്കി അവിടെ നിർത്തി. അതിനുശേഷം എല്ലാവരും റെഡിയായി ഞങ്ങൾ ഇറങ്ങിയിട്ടോ. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും ഒരാൾക്ക് ഭയങ്കര സങ്കടമാണ്. എവിടെയെങ്കിലും നമ്മളങ്ങ് ഇറങ്ങുകയേ വേണ്ടുള്ളൂ, വലിയ വായിൽ കിടന്ന് കരയുന്ന കേട്ടോ എല്ലാവരും പറഞ്ഞത്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയേ വേണ്ടൂ. പ്രത്യേകിച്ച് ഞാൻ എവിടെയെങ്കിലും പോകുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ പുള്ളിക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം ഞാൻ വീട്ടിൽ തന്നെ എപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ എവിടെയും പോകുന്ന കാണുമ്പോഴത്തേക്കും പിന്നെ യൂണയ്ക്ക് ഭയങ്കര സങ്കടമാണ്. അങ്ങനെ അവന് ഫുഡൊക്കെ കൊടുത്ത് റെഡിയാക്കി ഞങ്ങളെല്ലാവരും കൂടി ഇറങ്ങി. നല്ല വെയിലായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 12:30 1 മണി ആകാനായിട്ടുണ്ടാവും ഞങ്ങൾ ഇറങ്ങുമ്പോഴത്തേക്കും. അങ്ങനെ എല്ലാവരും വന്നു. ഞങ്ങൾ വണ്ടിയിൽ കയറി പോവുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. ഇരിട്ടിയിൽ നിന്ന് വീർപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആദ്യം പോകുന്നത്. അച്ഛൻ്റെ പെങ്ങളെ വീട്ടിലോട്ടാണ്. അപ്പോൾ ഈ ആഴ്ച തന്നെ അച്ഛൻ തിരിച്ച് ഗൾഫിലേക്ക് പോകും. അപ്പോഴത്തേക്കും ഒന്ന് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. 2-3 സ്ഥലത്ത് പോകാനുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഞായറാഴ്ചയും കൂടി ബാക്കിയുള്ളൂ. അപ്പോഴത്തേക്കും 2-3 സ്ഥലത്തും കൂടി പോകണം എന്നൊക്കെ ഇങ്ങനെ വണ്ടിയിൽ ഇരുന്ന് തന്നെയായിരുന്നു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ ഇരിട്ടി എത്തി. അമ്പലമൊക്കെ കഴിഞ്ഞു. ഇനി ഇരിട്ടിയിൽ നിന്ന് കുറച്ച് ബേക്കറി സാധനങ്ങളും ഐറ്റംസൊക്കെ വാങ്ങാനുണ്ട്. അതിനുശേഷം മാത്രമേ അങ്ങോട്ടേക്ക് പോകുള്ളൂ. ആമീസൊക്കെ വണ്ടി കയറിയാൽ പിന്നെ പാട്ട് കേട്ടാൽ പിന്നെ ഒരേ ഡാൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വണ്ടി നിർത്തട്ടെ, അവർ ബേക്കറി മേടിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഡാൻസ് എല്ലാം കളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആമീസ് വണ്ടിയിൽ നിന്ന് ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എനിക്ക് കാണാൻ പോണത് ഇരിട്ടി പാലം കേട്ടോ. എൻ്റെ വീഡിയോസിലെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇരിട്ടി പാലമൊക്കെ കാണിക്കുന്നതാണ്. ഇരിട്ടിയും കഴിഞ്ഞ് മാടത്തി എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞിട്ടാണ് വീർപ്പാട് എന്ന് പറഞ്ഞ സ്ഥലം. ആദ്യം അച്ഛൻ്റെ പെങ്ങളെ വീട്ടിലും പിന്നെ 2 മക്കളെ വീട്ടിലും പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ വിചാരിച്ചത്. നോക്കുമ്പോൾ മക്കളെല്ലാം കൂടിയിട്ട് ഒരു മോൻ്റെ വീട്ടിലുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ആദ്യം അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് മുത്തനെയൊക്കെ കൂട്ടിയിട്ട് നേരെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിട്ടിപ്പാലമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏകദേശം ആ വീട്ടിലെത്താനായിട്ടോ. വണ്ടി റോഡ് സൈഡിൽ വെച്ചിട്ട് കുറച്ച് ഇങ്ങോട്ട് നടക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്ന് വന്നു. അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. സ്വാമിക്കുള്ള പ്രത്യേക ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് വേറെയും അവർക്ക് വേറെയൊക്കെ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി അവിടുത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു. അടിപൊളി ഫുഡായിരുന്നു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിനുശേഷം അവിടെ ഒരുപാട് കാന്താരിയും കറിവേപ്പിലയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ കറിവേപ്പില വളരെ കുറവാണ് കേട്ടോ. വീട്ടിൽ കുറേ 2-3 തൈയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതങ്ങനെ നട്ട് വളരുന്നില്ല. അതിന് മുന്നേ എല്ലാം തീരുമാനമാകും, വേഗം നശിച്ചു പോകുമായിരുന്നു. അപ്പോൾ അവിടുന്ന് ഒരുപാട് കാന്താരി പറിച്ചു. ഞാൻ പറഞ്ഞ കറിവേപ്പില മസ്റ്റായിട്ടും വേണം, കുറേ കറിവേപ്പില വേണമെന്ന് പറഞ്ഞിട്ട് അത് പറിക്കേണ്ട പരിപാടി കേട്ടോ. ടെറസിൻ്റെ മുകളിൽ കയറിയിട്ട് കറിവേപ്പിലയും പറിച്ചു. അതൊക്കെ സെറ്റായി. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരാളിങ്ങനെ ഇരിപ്പുണ്ട്. എന്നെ നല്ലോണം അങ്ങ് സൂം ചെയ്യമ്മേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു തരുവാണ്. പിന്നെ അവിടുന്ന് കുറേ സംസാരിക്കുകയെല്ലാം ചെയ്തു. അതിനുശേഷം നമ്മൾ അവിടുന്ന് ഇറങ്ങി. ഇനി നേരെ മൂത്തേൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. പോകുന്ന വഴിക്കാട്ടത് ഒരു സൈഡിൽ തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ മന്ദിരവും തൊട്ടപ്പുറത്ത് ക്രിസ്ത്യൻ പള്ളി കേട്ടോ. ഒരു കോമ്പൗണ്ടിൽ തന്നെ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവരെ വീടെത്താൻ വേണ്ടിയായി. അവിടെ 2 കുഞ്ഞു മക്കളുണ്ട് കേട്ടോ. അവർ ചെന്നപാട് അവർ ഊഞ്ഞാലാടുമായിരുന്നു. അത് കണ്ടപാട് ആമീസ് എനിക്കും ആടണമെന്ന് പറഞ്ഞിട്ട് ചേച്ചി കൊണ്ട് 2 ആളെയും കൂടി ആട്ടുന്നതാണ്. ഭയങ്കര ഇഷ്ടമാണ് ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ. നല്ല സ്ഥലമായിരുന്നു, നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ ഭക്ഷണം കഴിച്ചതല്ലേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ചായ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു വന്നാലും ചായയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. അതിനുശേഷം കുറച്ച് സമയം അവിടെ ഇരുന്നിട്ടുള്ളൂ. നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് വന്നു. അങ്ങനെ അവരുടെ യാത്രയൊക്കെ പറഞ്ഞ് നേരെ തിരിച്ച് എൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. അവിടുന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടുന്ന് വേഗം ഇറങ്ങിയത്. നിൽക്കാൻ വന്നിട്ട് കുറച്ചായി കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ആമിപ്പോൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയത് കൊണ്ട് നിൽക്കാൻ വരെ നടക്കുകയില്ലായിരുന്നു. ഇനിയിപ്പോൾ ക്രിസ്മസിൻ്റെ വെക്കേഷൻ ലീവിന് വേണം വന്ന് നിൽക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് കുറച്ച് സമയം അവിടെ നിന്നിട്ട് കുറച്ച് ഇരുട്ടൊക്കെ ആയിട്ട് നിന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ വീടെത്താനായിട്ടുണ്ട്. വരുന്ന കാര്യം ഞാൻ പറഞ്ഞായിരുന്നു, വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. അമ്മയും ഏട്ടനും അച്ഛനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലെത്തി. ഇതാട്ടോ വീട്. അമ്മയും ഏട്ടനും ഉണ്ടായി. ചായ കുടിച്ചു പറഞ്ഞാൽ ഇപ്പോൾ ചായ ഒന്നും വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് മതിയെന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊന്ന് പറമ്പത്ത് കൂടെയൊക്കെ നടന്നു. ചീമനെല്ലിക്കയും
നാരങ്ങയും റൂബിക്കയും ഒക്കെ ഉണ്ടായിരുന്നു. എന്നെ കണ്ടപാടെ വീട്ടിലെ സുന്ദരി ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അവൾ ഞാൻ ഭയങ്കര കമ്പനിയായിരുന്നു കല്യാണം വരെ. എന്നെ കാണുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാണ്. ചക്കയൊക്കെ ഉണ്ടായിട്ടോ. ഇങ്ങോട്ടേക്ക് ചക്കയാകുന്നേ ഉള്ളൂ, അവിടെ വേഗം ചക്കയാവും. അങ്ങനെ വീട്ടിൽ ഒരുപാട് തുളസിയുണ്ട്, പലതരത്തിലുള്ള തുളസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ. റംബൂട്ടാനുണ്ട്, പാഷൻ ഫ്രൂട്ട്, മാംഗോസ്റ്റിൻ, അങ്ങനെ വേണ്ട ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം കുറേ സംസാരിക്കുകയെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നോക്കുമ്പോൾ ഏകദേശം സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു. ചെറുങ്ങനെ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പോയി ഇരുട്ടിക്കെത്തി. ഇരുട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പോഴേക്കും ലൂണ ബേബി അവിടെ കരഞ്ഞ് തളർന്ന് നിൽക്കുന്നുണ്ടാവും എന്ന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് അധികം ലേറ്റ് ആകണ്ട, വേഗം വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം വന്നു. ഞങ്ങൾ കാത്തിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പുള്ളിക്ക് ഭയങ്കര പേടിയാണ്, ഒറ്റയ്ക്ക് ഇരിക്കുന്നതേ ഇഷ്ടമല്ല. അതുകൊണ്ട് ഫുൾ ബഹളവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. രണ്ട് കണ്ണ് മാത്രം അവിടുന്ന് ടോർച്ച് കത്തുന്ന പോലെ കണ്ട. ഞങ്ങളെ കണ്ടപ്പോൾ ഭയങ്കര ആശ്വാസമായി. അങ്ങനെ വന്ന് അവന് ഫുഡൊക്കെ കൊടുത്തു. അവൻ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഇനി നമുക്ക് എന്തായാലും ഭക്ഷണം വേണ്ടല്ലോ, വേറെ ഫുള്ളാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.